നമസ്കാരം. പാസ്റ്റർ അനിൽ കൊടുത്തോട്ടവുമായിട്ടുള്ള അഭിമുഖം തുടരുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കേട്ടതായിട്ടുള്ള യേശുക്രിസ്തുവിൻ്റെ അമ്മയായ മറിയത്തെക്കുറിച്ചുള്ള സഹരക്ഷക സ്ഥാനത്തെക്കുറിച്ചുള്ള മാധ്യസ്ഥ എന്നുള്ള വിഷയത്തെക്കുറിച്ചും ത്രിയേകത്വം എന്നുള്ള വിഷയത്തെക്കുറിച്ചുമൊക്കെയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. പ്രിയ പ്രേക്ഷകർക്ക് അത് പ്രയോജനകരമായി തീർന്നു എന്നറിയുന്നതിൽ സന്തോഷം. അതുപോലെ തന്നെ ഭാരത സഭയെക്കുറിച്ച്, സഭയുടെ ഇന്നത്തെ വെല്ലുവിളികളെക്കുറിച്ച് നാം അറിഞ്ഞിരിക്കേണ്ടതായ ചില കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രാർത്ഥനാപൂർവം നമുക്ക് ശ്രദ്ധിക്കാം. വീണ്ടും സ്വാഗതം ചെയ്യുന്നു. ഇനി നമുക്ക് ഭാരത സഭയുടെ ചില വിഷയങ്ങളാണ്. പലപ്പോഴും ഇപ്പോഴേ ഇന്ത്യയുടെ പല കോണുകളിൽ നിന്നും ഒക്കെ കേട്ടുവരുന്ന ഒരു ചോദ്യമുണ്ട്. അല്ലെങ്കിൽ പലരും ക്രിസ്ത്യാനിത്വത്തെ പ്രതിരോധിക്കാനോ അല്ലെങ്കിൽ അതിനെ ഉയർത്തി കാണിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ചില വാക്കുകളുണ്ട്. അതായത് മിഷണറിമാർ ഭാരതത്തിൻ്റെ സംസ്കൃതി നശിപ്പിച്ചു എന്നുള്ളത്. യഥാർത്ഥത്തിൽ മിഷണറിമാർ വന്നത് ഭാരതത്തിൻ്റെ സംസ്കൃതിയെ നശിപ്പിക്കാനായിരുന്നോ? ഭാരതത്തിൻ്റെ സംസ്കൃതി ക്രിസ്ത്യാനിത്വം ഭാരതത്തിൽ വന്നതുകൊണ്ട് നശിപ്പിക്കപ്പെട്ടോ? ആദ്യം തന്നെ ഇന്ത്യ അല്ല ഭാരതമെന്നൊരു ചിന്തയ്ക്ക് ശക്തി കൈവരുന്നത് അല്ലെങ്കിൽ അതിനൊരു രൂപം കൈവരുന്നത് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ രൂപീകരണ വേളയ്ക്ക് ശേഷമാണ്. കൃത്യം പറഞ്ഞാൽ 1885 ഒരു വിദേശിയായിരുന്ന അലൻ ഒക്ടോവൻ ഹ്യൂം എന്ന എഒ ഹ്യൂം നേതൃനിരയിൽ വന്നുകൊണ്ടാണ് ഇൻ്റർനാഷണൽ കോൺഗ്രസ് രൂപപ്പെടുന്നത്. എന്നാൽ ബ്രിട്ടീഷുകാർ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയായി രാജ്യത്തിലേക്ക് വരുമ്പോഴുള്ളത് 600-ലധികം പ്രിൻസ്ലി സ്റ്റേറ്റാണ്. ഈ പ്രിൻസ്ലി സ്റ്റേറ്റുകളൊന്നും തന്നെ ഒരു ഭരണഘടനാപരമായി പോകുന്ന രാജ്യങ്ങളുമല്ല. ഇന്ന് കാണുന്ന തരത്തിൽ ഒരു ഇന്ത്യയുടെ ഭൂപടം വരയ്ക്കാനും ആവില്ലെന്ന്. കാരണം അത്രയും ഭരിച്ച രാജാക്കന്മാരില്ല. അതിൽ പറയേണ്ട ഒരു കാര്യം, അത്രയും ഭരിച്ചൊരു ഹിന്ദു രാജാവില്ല. മുഗളന്മാരുണ്ട്, കുറച്ച് ബുദ്ധിസ്റ്റുകളുമുണ്ട്, അശോകനുമൊക്കെ. അപ്പോൾ എന്നാൽ ഒരു ഹിന്ദു രാജാവ് ഇങ്ങനൊരു സാമ്രാജ്യത്തെ ഇന്ന് കാണുന്ന കാശ്മീരോ അല്ലെ പാകിസ്ഥാനോ അഫ്ഗാനിസ്ഥാനും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു ഇന്ത്യയെ ഭരിച്ചിട്ടേ ഇല്ല. ഭരിച്ചത് ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങളാണ്. അപ്പോൾ ഈ രാജ്യങ്ങളെ ഏകീകരിച്ചുകൊണ്ടോ മാനസികമായി ഐക്യതപ്പെടുത്തിക്കൊണ്ടോ ഒരു രാഷ്ട്രസങ്കല്പത്തിനു വേണ്ടിയും വൈദേശിക ശക്തികൾ പോകുന്നതിനെക്കുറിച്ചുള്ള രാഷ്ട്രീയാലോചന നടക്കുന്നത് 1885 ഇനി സംസ്കാരം എന്ന് പറയുന്നത് ഇന്ത്യയുടെ പൈതൃകവും എന്നൊക്കെ പറയുന്നത് തന്നെ അതിന് യൂണിഫോമിറ്റി ഇല്ല. ഇന്ന് കാണുന്ന തരത്തിൽ അത് വ്യത്യസ്തങ്ങളാണ്. അപ്പോൾ അതിൽ തകരേണ്ടത് തകരപ്പെടണം. അങ്ങനെ തന്നെ ചിലത് തകർത്തും തന്നെ ഞാൻ കരുതുന്നത്. അതിൽ കൂടാതെ വാല്യൂസ് അക്സെപ്റ്റ് ചെയ്യണം, തകരേണ്ടത് തകരണം. അതിൽ ഒരു കാര്യം പറയാം. അപ്പം മിഷണറിമാർ പ്രകടമായി തകർത്ത ചില കാര്യങ്ങളുണ്ട്. തകർക്കുകയോ തകർക്കാൻ ശ്രമിക്കുകയോ. അതിലൊന്നാണ് സതി. പക്ഷേ സതിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ രാജാറാമോഹൻ്റെ പേരെ കേൾക്കാറുള്ളൂ. അതെ, വാസ്തവത്തിൽ അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്ന് 10 വർഷത്തെ ധീരോദാത്തമായ പോരാട്ടം ശരാംപൂർ ട്രൈബ്യൂണൽസ് അല്ലേ? അതെ. പിന്നെ വിശേഷിച്ച് വില്യംകേരി. അതെ. പിന്നെ പണ്ഡിറ്റ് രമാബായി. അതെ. പിന്നെ സതി തള്ളിക്കളയുന്ന സ്ത്രീകളെ പുനരധിവസിപ്പിച്ചുകൊണ്ട് വ്യവസ്ഥയെ വെല്ലുവിളിക്കുകയാണ് പൂനെയിൽ മുക്തി മിഷൻ. അതെ അല്ലേ? അതെ. അന്ന് പൂനെ കൂടെ 75,000-ൽ പരം സ്ത്രീകളാണ് സതി തിരിച്ചു വരാൻ വേണ്ടി മാർച്ച് ചെയ്തത്. അങ്ങനത്തെ സംഭവങ്ങളുണ്ടായി. അപ്പോൾ ഒരിടത്ത് സതിയുടെ നിർമ്മാർജ്ജനം, മറ്റൊരിടത്ത് വിദ്യാഭ്യാസം നിരാകരിക്കപ്പെട്ട ആളുകൾക്കുള്ള പരിരക്ഷ, വിദ്യാഭ്യാസത്തിൻ്റെ സാർവത്രികത, പൊതുജന ആരോഗ്യത്തിന് ആധുനിക ചികിത്സാ സൗകര്യങ്ങൾ, അതുകൂടാതെ ഭാഷയ്ക്ക് നിഘണ്ടുക്കൾ ഉണ്ടാക്കുക. അപ്പോൾ ഇത് ഒരു വരേണ്യവർഗം കൈയടക്കി വെച്ചത് മുഴുവൻ തകർത്ത് കളഞ്ഞു. അത് തകർന്നിട്ടുണ്ട്. സംസ്കൃത ഭാഷയിൽ ഇവയെല്ലാം രചിക്കുന്നു. അത് വിശുദ്ധ ഭാഷയായതുകൊണ്ട് സ്ത്രീകൾക്കും മറ്റാർക്കും പഠിക്കാൻ കഴിയില്ല. ഒള്ളി ബ്രാഹ്മൺസ് അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത് വരെയുള്ള കുറേ മനുഷ്യർക്ക് പഠിക്കാം. ഇങ്ങനെ നിലനിന്നൊരു ഘട്ടത്തിൽ അതിനെല്ലാം മാറ്റിക്കൊണ്ട്, ശരി നിങ്ങൾ അത് മാറ്റുകയല്ല, അത് മാറിപ്പോവുക. ഉദാഹരണം, നിങ്ങളുടെ സംസ്കൃതം പഠിക്കണ്ടേ? വേണ്ട, ബദൽ ഇംഗ്ലീഷാണ് കൊണ്ടുവന്നേ. അതിൻ്റെ ആ കുത്തൊഴുക്കിൽ സംസ്കൃതമൊക്കെ മുങ്ങിപ്പോയി. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അനിവാര്യതയില്ലാത്തതിനെ മിഷണറി സമൂഹം തകർത്തിട്ടുണ്ട്. അത് തകർക്കപ്പെടേണ്ടതാണ്. ജാതീയ ദുരാചാരങ്ങൾ, അയിത്തം, 62 അടി 94 അടിയൊക്കെ അകലെ മനുഷ്യൻ നിൽക്കുന്ന സങ്കല്പത്തിൽ നിന്ന് ജീവിതത്തെ മാറ്റി. ഹൈവേയുടെ പണി തന്നെ അങ്ങനൊരു കാര്യമാണ്. ഹൈവേ വരുമ്പോൾ എല്ലാവർക്കും അത് വലിയൊരു മാറ്റമല്ലേ? അതെ. അപ്പോൾ ഇത് വരുന്നു. പിന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ആർക്കും പഠിക്കാം. അതൊക്കെ ക്രൈസ്തവർ അങ്ങനെ തകർത്തു എന്ന് പറഞ്ഞാൽ അഭിമാനിക്കുകയാണ് വേണ്ടത്. ഇന്ത്യയുടെ തനതായ സംസ്കാരം തകർന്നെങ്കിൽ അത് തകരപ്പെടേണ്ടതാണ്. ആവശ്യമുള്ളത് മനുഷ്യൻ പെറുക്കിയെടുക്കും. നമുക്കിപ്പോൾ പെട്ടെന്ന് ഏത് പ്രളയം വന്നാലും പാസ്പോർട്ടും
നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റും ഒക്കെ കൊണ്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. അതെ വാല്യൂ ഐറ്റംസ് കൊണ്ടാണ് ഇറങ്ങുന്നത് അല്ലേ? അതെ അതെ. അപ്പം ഇതെടുക്കാൻ മനുഷ്യൻ മടിക്കില്ല. ആ സമയത്ത് ആദ്യം തപ്പുന്ന ഇത്രയും കാര്യങ്ങളാണ്. ബാക്കിയൊക്കെ പോട്ടെ, ദുഃഖത്തോടെ ബാക്കി കളയും. അപ്പോൾ വാല്യൂസ് ഉള്ളതെല്ലാം എടുത്തു വെച്ചു. അതെടുത്ത് വെക്കുന്നത് പ്രകൃതി നിയമമാണ്. അപ്പോൾ എടുത്തു വെക്കേണ്ടതില്ലാത്ത സംഭവങ്ങളെ നമ്മൾ തമസ്കരിച്ചിട്ടുണ്ട്. ഇനി കുറേ കൂടെ തമസ്കരിക്കാനുണ്ട്. തീർച്ചയായിട്ടും സുവിശേഷത്തിൻ്റെ ലക്ഷ്യവും ദൗത്യവും അത് തന്നെയാണ്. സാർ കൂടുതൽ ചോദിച്ചാൽ ഞാൻ അല്പം കൂടെ ആഴത്തിലേക്ക് ഇറങ്ങാം. അല്ല, എന്തുകൊണ്ടാണ് നിശ്ചയമായിട്ടും എന്തുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇവരിങ്ങനെ അതായത് ഈ അടുത്ത സമയത്താണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അന്ധമായ വർഗീയതയുടെ പിന്നിലുള്ള ശബ്ദമാണോ ഇത്? എന്തുകൊണ്ടായിരിക്കും ഇവരിങ്ങനെ പറയുന്നത്? അത് നല്ല കാര്യങ്ങളാണ് മിഷണറിമാർ ചെയ്തിരിക്കുന്നത്. ജനത്തെ വീണ്ടെടുക്കുക, അവരെ ഉദ്ധരിക്കുക, സമൂഹത്തിന് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക, ഇതൊക്കെയാണ് പ്രധാനമായും ചെയ്തത്. വിദ്യാഭ്യാസം കൊണ്ട് വലിയ വെളിച്ചമാണ് ഇന്ത്യക്ക് നൽകിയത്. പക്ഷേ ആ സംസ്കൃതി തകരപ്പെട്ടു എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം അവരെ അങ്ങനെ പറയാൻ പ്രേരിപ്പിക്കുന്നത്? ഇവരിലൊരു വലിയ കോംപ്ലക്സ് രൂപപ്പെട്ടിട്ടുണ്ട്. ദേശീയ സമരങ്ങളിലോ പ്രക്ഷോഭങ്ങളിലോ ഈവൻ വൈദേശിക ആധിപത്യം ഇന്ത്യ വിട്ടു പോകുന്നതിനോ കാര്യമായി ഒന്നും ചെയ്യാത്ത ആളുകളാണ് ഇവർ. അത് ചരിത്രം പഠിച്ച പുതിയ കുട്ടികൾ എടുത്തിട്ട് അനാവരണം ചെയ്തപ്പോൾ ഇത്രയും ദേശസ്നേഹം പറയുന്നവരെല്ലാം പാശ്ചാത്യരോട് ഒട്ടി നിന്നവരാണ്. അവരുടെ എല്ലാ ആനുകൂല്യങ്ങളും കൈപ്പറ്റിയവരാണ്, എല്ലാ സുഖസൗകര്യങ്ങളും കൈപ്പറ്റി. അപ്പോൾ അതിൽ ക്രൈസ്തവരെക്കുറിച്ച് പറയാറുണ്ട്, ഈ വിദേശ മിഷണറിമാരോട് അല്ല വിദേശ ശക്തികളോട് സമരം ചെയ്തില്ല. പക്ഷേ അത് അത്ര ശരിയല്ല. ആനി മസ്ക്രീനെ പോലുള്ളവർക്കും ഉണ്ട്. മാത്രമല്ല ഈ ക്രൈസ്തവർ അന്നുള്ളൊരു പ്രത്യേകത, ഈ ഭൂപ്രഭുത്വം നിലനിൽക്കുന്ന ഫ്യൂഡൽ വ്യവസ്ഥിതിയാണ് ഇവിടുത്തുകാർ. വിദേശികൾ കച്ചവടമാണ്. ഇത് രണ്ടിൽ കംഫർട്ടബിളായിട്ട് തോന്നിയത് കച്ചവടക്കാരെയാണ്. അത് നാച്ചുറൽ അതല്ല. കാരണം രണ്ട് ശക്തികൾ അവിടെ നിൽക്കുക. ഒരു കൂട്ടർ എന്നെ പണം തന്നിട്ട് ജോലിക്ക് വിളിക്കുക, ഒരു കൂട്ടർ എന്നെ ഒഴിവാക്കുക. അപ്പം ഞാൻ കൂടുതൽ അങ്ങോട്ട് ചിന്തിക്കുക, എനിക്ക് രണ്ടും ഒരുപോലെയാണ്. അപ്പോൾ അതിൽ പ്രത്യേകിച്ചൊന്നും തോന്നണ്ട. എന്നാൽ ഇക്കൂട്ടർ ചെയ്തത്, ഇന്ന് വലിയ ദേശീയതയുടെ വക്താക്കളായിട്ട് നിൽക്കുന്ന രാജ്യസ്നേഹം പറയുന്ന ആളുകൾ എന്നും ഒറ്റുകാരുടെ റോളിലാണ്. ഇന്ത്യക്കാരെ ഒറ്റിയിട്ടുണ്ടവർ. അത് അവർക്ക് തന്നെ പലപ്പോഴും വിനയായി. കാരണം അവരന്ന് കണ്ടത് ക്രൈസ്തവരും മുസ്ലിങ്ങളും കമ്മ്യൂണിസ്റ്റുകളുമാണ് ശത്രുക്കൾ. എവിടെയാണ് അവർ ബ്രിട്ടീഷുകാരെ ശത്രുക്കളായിട്ട് കണ്ടത്? മാത്രമല്ല ബൈബിളിലെ ഒരു പദം ഉപയോഗിച്ചുകൊണ്ടാണ് ഇങ്ങനെ പറയുന്ന ആൾ, ഈ മുടിയൻ പുത്രനോട് ക്ഷമിക്കണം, പ്രോഡിഗൽ സൺ, ആ വേട ഉപയോഗിച്ചേ. അങ്ങനെ വിനീത വിധേയരായിട്ട് അവിടെ കഴിയുക, അതിൻ്റെ ഗുണങ്ങളെല്ലാം ആർജിക്കുകയും ചെയ്തു. അങ്ങനെ ചെയ്താൽ ഞാനും എൻ്റെ ജനതയും ആജീവനാന്തം കടപ്പെട്ടിരിക്കും, അത് നിങ്ങൾക്ക് ഗുണം ചെയ്യുമെന്ന് പറഞ്ഞ് 6 തവണയാണ് മാപ്പെടുന്നത്. അപ്പോൾ ഇത് ഇന്ന് എക്സ്പോസ് ചെയ്യപ്പെടുന്നത് കണ്ടപ്പോൾ അവർക്കൊരു ശത്രു വേണം. അപ്പോൾ അത് മിഷണറിമാരാണ്. അവർ പറഞ്ഞ ഭാഷയിൽ ഇത്തരം ഒരു ചർച്ച നടന്നാൽ തന്നെ അവരൊരു 500 ഇംഗ്ലീഷ് വേർഡെങ്കിലും ഉപയോഗിക്കും. സംസ്കൃതമല്ല പകരം പറയുന്നത്, ഓർത്തോണം. അപ്പോൾ അവർ ഇതിനെല്ലാം ഉപയോഗിക്കുന്ന ഭാഷ, അവരുപയോഗിക്കുന്ന വസ്ത്രം, ഇതെല്ലാം പാശ്ചാത്യമാണ്. അപ്പോൾ അവരുടെ എല്ലാ ആനുകൂല്യങ്ങളും ആസ്വദിക്കുക. എന്നിട്ട് മിഷണറിമാർ തകർത്തു. എന്നിട്ട് ഇവരെന്തുകൊണ്ട് ആ പഴയ പണ്ഡിത വേഷത്തിൽ ചെല്ലുന്നില്ല? നമ്മൾ കാണുന്ന പണ്ഡിതനാരാ? ഒരു പൂണൂലിട്ട മനുഷ്യൻ, ഒരു മേൽമുണ്ടും ഇതേ ഉള്ളൂ. ഇതിട്ടല്ലല്ലോ ഈ പ്രൊഫസർ ചർച്ചയ്ക്ക് വരുന്നത്, ഈ വലിയ രാജ്യസ്നേഹി വരുന്നത് അല്ലേ? അപ്പോൾ അതൊരു ആത്മവഞ്ചനയാണ്. അതുകൊണ്ടൊരു കാര്യം കൂടെ സാറ് പഠിക്കണം, ഇവരെങ്ങും ഒരു ചർച്ചയ്ക്ക് പൊതുരംഗത്ത് നമ്മുടെ അടുത്ത് വരില്ല. അടുത്തൊരു കാര്യം കൂടെ തന്ത്രം കൂടെ ഉണ്ട്. ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കച്ചവട തന്ത്രങ്ങളെയും ഈ പറയുന്ന മിഷണറി പ്രവർത്തനത്തെയും മിക്സ് ചെയ്യും. ഒരു ബന്ധം ഇതിനകത്തില്ല. കാരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനി നമ്മുടെ മിഷണറിമാരുടെ വിസ നിഷേധിച്ച കക്ഷികളാണ്. ഇല്ലെങ്കിൽ 3 മാസം കപ്പലിലല്ല, ഞാൻ അറിയാമല്ലോ. 2ാം ഘട്ടം ഡച്ചുകാരുടെ കപ്പലിൽ കയറിയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഇതിനെ എതിർത്തു. മാത്രമല്ല ഈ നവീകരണങ്ങൾക്കും മുന്നേറ്റങ്ങൾക്കും എല്ലാം ഇവരെതിരായിരുന്നു. നമ്മൾ പോയി ഇന്ത്യക്കാരെ തൊട്ട് കഴിഞ്ഞാൽ പ്രശ്നമാകും, അവരവരുടെ കൾച്ചറോ സതിയോ ഒക്കെ നടത്തട്ടെ, ഈ മൈൻഡായിരുന്നു ഈസ്റ്റ് ഇന്ത്യ കമ്പനി. കച്ചവടം അവരുടെ ലക്ഷ്യം. കച്ചവടത്തിന് നേരാത്തൊന്നും അവർ ചെയ്തില്ല. പക്ഷെ മിഷണറിമാർ കച്ചവടമല്ല, അവർ ഇവിടെ വന്ന് മരിക്കുക ചെയ്തേ. ഈ രാജ്യത്ത് വന്ന് നമുക്ക് വേണ്ടി അക്ഷരമുണ്ടാക്കി. ഇപ്പോൾ LMS എന്ന് തിരുവനന്തപുരത്തും CMS എന്ന് മധുരാങ്കൂറിലും ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ കണ്ണൂരും അല്ലെങ്കിൽ മലബാറിലും രൂപപ്പെട്ടിരുന്നില്ലെങ്കിൽ അത് ചില ആളുകൾ പറയുന്നുണ്ട് വിപ്ലവാത്മകമായ ചില ചിന്തകൾ കൊണ്ടും ആ പാർട്ടികൾ കൊണ്ടും കേരളം അതിജീവിച്ചതെന്ന്. അല്ല, ഇതാണ് അതിൻ്റെ അടിത്തറ, ബേസ്. ഈ 3 മൂവ്മെൻറ്റുകൾ കേരളത്തെ ഉഴുതുമറിച്ച് കളഞ്ഞു, മുഴുവൻ മാറ്റി, അടിമുടി മാറ്റി. ഇതുകൊണ്ടാണ് നമുക്ക് വളരെ കൃത്യതയോടെ ഏതൊരു മലയാളിക്കും ഇത്രയും വലിയ ഉയർന്ന ചിന്താബോധവും പ്രതിരോധിക്കാൻ മനസ്സും കിട്ടി ആശയപരമായിട്ട്. അപ്പോൾ ഇതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇവർ പറയുന്നത് മിഷണറിമാർ വന്ന് നശിപ്പിച്ചു. ഇനി നശിപ്പിച്ച ചില കൂടെ പറയാം. മനുഷ്യൻ്റെ ഭക്ഷണം, ഇപ്പോൾ പുട്ട്, പൊറോട്ട, ഇതെല്ലാം വൈദേശികമാണ്. അപ്പോൾ ഭക്ഷണത്തിൽ ഉണ്ടാക്കിയെടുത്തൊരു സംസ്കാരത്തിൻ്റെ വ്യത്യാസം. ഞാൻ പറയാറുണ്ട് 4 കണ്ടുപിടുത്തങ്ങൾ മനുഷ്യരാശിയെ മാറ്റിമറിച്ചതാണ്. തീയ്,
ചക്രം, വൈദ്യുതി, ഇൻ്റർനെറ്റ്, വേറെയൊക്കെ ഉണ്ട്. ഇത് മുഴുവൻ മനുഷ്യരാശിയിലേക്ക് ഗതി തിരിച്ചു വിട്ടു. തീയുടെ കണ്ടെത്തൽ, അതുപോലെയാണ് ചക്രം, പിന്നുള്ളതാണ് വൈദ്യുതി, പിന്നുള്ളതാണ് ആധുനികമായിട്ട് ഇൻ്റർനെറ്റ്. ഈ കണ്ടെത്തലുകൾ ലോകത്തെ മാറ്റിമറിച്ചപ്പോൾ ഇവയ്ക്കൊപ്പം മിഷണറിമാർ അന്ന് നിന്നു. ഇൻ്റർനെറ്റ് വിടാം, ബാക്കിക്കൊപ്പം നിന്നു. എക്സാമ്പിൾ, നമ്മൾ ഈ തറാ പറ എന്നൊക്കെ എഴുതി പഠിക്കുക മണ്ണിൽ, ഓല തലയെക്കെട്ടുള്ളൊരു ഓലയും കൊണ്ട് പോയി പഠിക്കുന്നതിൻ്റെ 1000 ആണ്ട് മുൻപ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഉണ്ട് അവിടെ, കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ഉണ്ട് അവിടെ. ഇവിടെ മിടുക്കന്മാരായ കുട്ടികളെ കൊണ്ട് കൊളംബിയയിലും ഓക്സ്ഫോർഡിലും ഒക്കെ പഠിപ്പിക്കുക. അതുകൊണ്ടാണ് അംബേദ്കർ ഉണ്ടായത്. അതുകൊണ്ടാണ് നമ്മുടെ മദ്രാസ് പ്രസിഡൻസി കോളേജ്, 3 കോളേജുകൾ ബ്രിട്ടീഷുകാരുണ്ട് പ്രധാനമായിട്ടും. കൊൽക്കത്ത പ്രസിഡൻസി, മദ്രാസ് പ്രസിഡൻസി, മുംബൈ പ്രസിഡൻസി. ഇത് ഇന്നും നിലനിൽക്കുക. ഇന്നും അവിടെ അഡ്മിഷൻ കിട്ടാൻ പാടാ. ഈ സ്ഥാപനങ്ങളാണ് ഇന്ന് ഇന്ത്യയിലെ ടോപ്പ് സ്ഥാപനങ്ങളാണ്. പിന്നെ ഉള്ളത് കാത്തലിസിൻ്റെ സെൻറ്റ് സ്റ്റീഫൻസ് ഒക്കെയാണ്. നമ്മുടെ രാഹുൽ ഗാന്ധി, ശശി തരൂരും ഒക്കെ പഠിച്ചു. അപ്പോൾ ഈ മേധാവിത്വം ക്രൈസ്തവർക്കുണ്ട്. അതിനോട് തോന്നുന്ന ഒരു അസൂയ, അത് വേറൊരു തമാശ കൂടി പറയാം. അപ്പോൾ സാറ് ബീഹാറും മറ്റ് സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ചാൽ അവിടുത്തെ സ്കൂളുകളുടെ പേര് രസകരമാണ്. സെൻറ്റ് തോമസ് സ്കൂൾ, സെൻറ്റ് തെരേസ സ്കൂൾ. ഒരു ക്രിസ്ത്യാനി ആയിരിക്കില്ല അത് നടത്തുന്നത്. എന്താ വെച്ചാൽ ഈ പേര് വെച്ചാലേ കുട്ടികളെടുക്കൂ. മനസ്സിലായില്ലേ? ഇത് അവരെ അല്ല, അവിടെ നമ്മൾ എതിർക്കുന്ന കക്ഷിയുടെ സ്കൂളാണ്. ഞാനതിന് ഉദാഹരണം പറഞ്ഞേ, ഞാൻ ശബരിമലയുടെ എൻട്രൻസിൽ എരുമേലി താമസിക്കുന്ന ആളാണ്. അവിടെ ആര് ഹോട്ടൽ നടത്തിയാലും ശ്രീകൃഷ്ണ വിലാസം, അത് മുസ്ലിമിൻ്റെ ആയിരിക്കും അല്ലെങ്കിൽ ക്രിസ്ത്യാനി ആയിരിക്കും. ഇവരുടെ ഹോട്ടലിനും പേരിടുന്ന ഇതാ, അങ്ങനെയാണ്. വെജിറ്റേറിയൻ എന്നൊക്കെ കാണിക്കും. എങ്കിലേ അയ്യപ്പൻ എടുക്കുള്ളൂ, ഈ വരുന്ന തീർത്ഥാടകർ. എന്നതുപോലെ ഇതെന്തുകൊണ്ട് ഇങ്ങനെ നമുക്ക് ബ്രാൻഡ് ചെയ്യാൻ പറ്റി? അപ്പോൾ വിദ്യാഭ്യാസം, ആധുനികത, ഇതെല്ലാം സമൂഹത്തിന് കൊടുക്കാൻ നമ്മൾ തയ്യാറായത് അത് അനിവാര്യതയാണ്. കാലത്തിന് ഒന്നും അപ്രമാദിത്വം ഉള്ളതല്ല, അത് തൂത്തെറിയും. അപ്പോൾ നമ്മൾ ഈ തറാപറായൊക്കെ എഴുതുന്നതിന് മുമ്പ് ഇങ്ങനെ. പിന്നെ ഈ റെയിൽവേ, നമുക്ക് കാളവണ്ടി വിസ്മയമായിരുന്നൊരു കാലം. ആ കാളവണ്ടി വിസ്മയമായിരുന്ന കാലത്തിന് 300 കൊല്ലം മുമ്പ് ഭൂഗർഭ തുരങ്കം ഉണ്ടാക്കി അതുവഴി ട്രെയിൻ ഓടിച്ച കക്ഷികളാണ് ഇന്ത്യയിൽ വന്നത്. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ സ്ഥാനത്ത് അറബികളാണ് ഇന്ത്യ കീഴടക്കിയെങ്കിലോ, ബ്രിട്ടീഷുകാരുടെ സ്ഥാനത്ത് വേറൊരു കൾച്ചറാണ് ഇവിടെ വന്നിരുന്നെങ്കിലോ. അപ്പോൾ അത് എന്തുകൊണ്ടായിരുന്നാലും നമുക്ക് താരതമ്യേന അവരുടെ വരവ് ഗുണം ചെയ്തു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. സാറേ, അതുപോലെ കത്തോലിക്ക സഭയുടെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഭാരതത്തിലെ ക്രൈസ്തവ സഭയെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് പെന്തക്കോസ്ത് സഭയെ കുറിച്ചുള്ള ഒരു ചോദ്യമാണ്. അത് ഇപ്രകാരമാണ്. ഈ കഴിഞ്ഞിടയ്ക്ക് ഛത്തീസ്ഗഡിൽ 2 കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. വളരെ പെട്ടെന്ന് തന്നെയാണ് അവർ പെട്ടെന്ന് ജാമ്യം കിട്ടിയാണെന്ന് തോന്നുന്നു, അവർ പുറത്തു വന്നു. അപ്പോൾ അത് ഒരു രാഷ്ട്രീയമായ സ്വാധീനം അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു എന്ന് പലരും പറയുന്നുണ്ട്. ഉണ്ടായിരുന്നു, അതായിരുന്നു സത്യം. പെട്ടെന്ന് തന്നെ രാഷ്ട്രീയക്കാർ പലരും അവിടെ പോവുകയും അവരുടെ പ്രതിനിധികളെ അയക്കുകയും കേന്ദ്രത്തിൽ പിന്നെ സ്വാധീനം ചെലുത്തുകയും പിന്നെ പാർലമെൻറ്റിലൊക്കെ ശബ്ദമുയർത്തുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യങ്ങളുണ്ടായി. സ്വാഭാവികമായും അങ്ങനെ വേഗത്തിൽ അതിനൊരു ക്രമീകരണം അവിടെ ഉണ്ടാക്കുന്നതിന് അടുത്ത ചില ദിവസങ്ങൾക്കുള്ളിൽ അതിനൊരു ക്രമീകരണം ഉണ്ടാക്കുകയും ഇന്ത്യ ഒട്ടാകെ ഒച്ചപ്പാടുകൾ ഉയരുകയും ചെയ്തു. എന്നാൽ അതേപോലെ വടക്കേ ഇന്ത്യയിൽ മിഷൻ ദൗത്യവും പ്രേക്ഷിത ദൗത്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരുപാട് ദൈവദാസന്മാർ, പാസ്റ്റർമാർ ഉണ്ട്. നമ്മളറിയാതെ തന്നെ, എനിക്ക് തോന്നുന്നു 10 വർഷമൊക്കെ മുൻപ് തന്നെ പലപ്പോഴും മതപരിവർത്തന നിരോധന നിയമത്തിൻ്റെ കീഴിലായിട്ടും അല്ലാതെയുമൊക്കെ പാടി പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ അവരേതെങ്കിലും വീടുകളിൽ പ്രാർത്ഥന നടത്തി, അല്ലെങ്കിൽ ട്രാക്റ്റ് കൊടുത്തു, അല്ലെങ്കിൽ സുവിശേഷം പറഞ്ഞു. ഇതിനൊക്കെയാണ് പലപ്പോഴും അറസ്റ്റ് ചെയ്യപ്പെടുകയും അവർക്ക് ചിലപ്പോൾ ജാമ്യം കിട്ടാത്ത അവസ്ഥയോ അല്ലെങ്കിൽ ജയിലിലാക്കപ്പെടുന്ന അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്തരം സാഹചര്യത്തിൽ കത്തോലിക്ക സന്യാസിനിമാർക്ക് ലഭിച്ച, പെട്ടെന്ന് കിട്ടിയ ആ വിമോചനം, അത് പെന്തക്കോസ്തിലെ പാസ്റ്റർമാർക്ക് ലഭിക്കുന്നുമില്ല. അവർ അകപ്പെട്ട കാര്യം ആരും അറിയുന്നതുമില്ല. അപ്പോൾ ഈ സമൂഹത്തിൽ തന്നെ, പെന്തക്കോസ്ത് സമൂഹത്തിൽ തന്നെ ഇപ്പോൾ 2 പക്ഷമുണ്ട്. അത് ഒന്ന് ഇപ്രകാരമാണ്. നമുക്ക് എന്തുകൊണ്ട് ഒരു രാഷ്ട്രീയ, കാരണം കത്തോലിക്ക സമൂഹത്തെ പോലെ തന്നെ ഇന്ത്യയിലെ വളർന്നു വരുന്ന ഒരു ക്രൈസ്തവ സഭാ വിഭാഗമാണ് പെന്തക്കോസ്റ്റൽ വിഭാഗം. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് ഒരു രാഷ്ട്രീയ ആഭിമുഖ്യം ആയിക്കൂടാ? അപ്പം നമ്മുടെ പാരമ്പര്യവാദികൾ പറയുന്നു നമുക്ക് ആവശ്യമില്ല, നമ്മളുടെ പൗരത്വം സ്വർഗത്തിലാണ്, നമ്മൾ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ പോയാൽ മതി, പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറയുന്നു. എന്നാൽ അടുത്തൊരു ഗ്രൂപ്പ് പറയുന്നത്, ഇത്തരം കഷ്ടപ്പാടുകളൊക്കെ കാണുകയും അത് അനുഭവിക്കുകയൊക്കെ ചെയ്യുന്ന, അല്ലെങ്കിൽ അവരുടെ വക്താക്കൾ പറയുന്ന ഒരു കാര്യമുണ്ട്. അത് ഇപ്രകാരമാണ്: നമ്മുടെ ആത്മീയത അതേ തലത്തിൽ തന്നെ പോകട്ടെ, എന്നാൽ സാമൂഹ്യപരമായി നമ്മളിവിടെ ജീവിക്കുമ്പോൾ നമുക്ക് ഒരു രാഷ്ട്രീയ സ്വാധീനം ആവശ്യമാണ്. നമ്മുടെ സാമൂഹ്യ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുവാൻ, നമ്മുടെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങുവാൻ അതുകൊണ്ടേ സാധിക്കൂ എന്നുള്ളൊരു ചിന്ത വരാറുണ്ട്. ഇതേപ്പറ്റി സാറിൻ്റെ അഭിപ്രായം? ഈ രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിൽ
നമ്മൾ മാറി നിൽക്കുന്നത് നിരുത്തരവാദപരമായൊരു തീരുമാനമാണ്. അത് തീർച്ചയായും ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടും നിലപാടും നമുക്ക് ആവശ്യമാണ്. എന്നാൽ അത് എന്തെന്നുള്ളതാണ് നമുക്ക് ഉത്തരവില്ലാത്തൊരു കാര്യം. എക്സാമ്പിൾ, നമ്മുടെ കേരളത്തിൽ 3 മുന്നണികളാണ് പ്രധാനമായിട്ടുള്ളത്. ഈ 3 മുന്നണികളിൽ മുഖ്യധാരയിൽ നിൽക്കുന്ന 2 വീതം രാഷ്ട്രീയ പാർട്ടികൾ കാണും. ബാക്കിയൊക്കെ അതിൽ ചെറിയ കക്ഷികളാണ്. ഇതിൽ UDF നയിക്കുന്ന ഒരു മുന്നണിയുടെ കണ്ടന്റ്, അതിലെ ആളുകളെന്ന് പറയുന്നത് മതന്യൂനപക്ഷങ്ങളാണ്, പ്രബല സമൂഹങ്ങൾ. അപ്പോൾ അവിടെ തുറന്നു പറഞ്ഞാൽ അവിടേക്ക് ഇന്ത്യയിലെ ഭൂരിപക്ഷ ജനത വളരെ ചുരുക്കമാണ് ഈ പാർട്ടിയിൽ ഉള്ളത്, UDFിലുള്ളത്. അപ്പുറത്ത് ഇടതുപക്ഷം പിന്തുണയ്ക്കുന്ന ആ രാഷ്ട്രീയത്തിൽ പ്രധാനമായിട്ടും ഭൂരിപക്ഷ സമൂഹത്തിൻ്റെ വോട്ട് അവിടെയാണ്. അവിടെ മതന്യൂനപക്ഷങ്ങൾ തീരെ കുറവാണ്. ഇനിയും ചെറിയ പ്രാതിനിധ്യം ഉണ്ടായേക്കാം, തീരെ കുറവാണ്. ഇനി അപ്പുറത്ത് സ്വാഭാവികമായിട്ട് നിൽക്കുന്ന NDA തീർച്ചയായിട്ടും അവരുടെ പൊളിറ്റിക്സ് അതാ. അതിനവരെ ഇപ്പം അവർ പരിഗണിക്കുന്നില്ല എന്നൊരു കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർ പിന്നെ തരുന്നത് ഈ എന്താ വെച്ചാൽ ഔദാര്യതകളാണ്. അപ്പോൾ ഉദാരത വേറെ, റൈറ്റ് വേറെ. അത് രണ്ടും മനുഷ്യൻ കണ്ടോ, ഇന്നാര് കയറിയപ്പോൾ ഞാൻ ഇന്നത് തന്നു, അത് നമ്മുടെ റൈറ്റ് അല്ല. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ വെച്ചാൽ, വാജ്പേയി നല്ലൊരു മനുഷ്യനാണ്, ക്രിസ്ത്യൻസിനോട് കൺസേണുള്ള, അത് ഉദാരതയാണ്. എനിക്ക് റൈറ്റാണ് വേണ്ടേ, ഉദാരത അവിടെ കിടക്കട്ടെ. ഞാൻ പൗരൻ എന്നുള്ള നിലയിൽ എൻ്റെ അവകാശമാണ്, സാറ് പറഞ്ഞ അതേ പദം. അപ്പോൾ ഞാനിതിനെ പഠിച്ചിട്ട് ഈ മുഖ്യധാരയിലെ 3 മുന്നണികളും ഒരുപോലെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭൂരിപക്ഷ ജനതയുടെ പ്രീണനമാണ്. ഭൂരിപക്ഷ ജനത അപ്പം അത് 3 എടുത്താൽ ഏതാണ്ട് ഒരു 10% വരുന്ന ഒരു ഭൂരിപക്ഷ ജനതയ്ക്ക് വേണ്ടി മാത്രമാണ് ഈ 3 രാഷ്ട്രീയവും നിലനിൽക്കുന്നത്. അത് BJPയെ മാറ്റാം, അവരുടെ പൊളിറ്റിക്സ് അതാണ്. പക്ഷെ നമ്മളിപ്പുറത്ത് ലീഡേഴ്സിനെ എടുക്കുക, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളാകാൻ നിൽക്കുന്ന 2, 3, 4 പേരുടെ കൂടെ ഒരു ന്യൂനപക്ഷക്കാരനും ഇല്ല, UDFിലില്ല, ഒരു സാധ്യതയില്ല. ഇനി അപ്പുറത്ത് ചെന്നാൽ അതിന് ഒരു തീരെ സാധ്യതയില്ല. അപ്പോൾ നമ്മളിതിൽ ഏതിനെയാണ് പിന്തുണയ്ക്കേണ്ടത്? ഈ ഒരു വലിയ പ്രശ്നം കിടക്കും. ഇനി ഇവിടെ ചെയ്യാൻ പറ്റുന്ന പ്രായോഗികമായൊരു കാര്യം, നമുക്കൊരു ശക്തിയായി തീരാൻ പറ്റണം. ഇപ്പം തിരുവനന്തപുരം ജില്ല, അതിൽ പിന്നെ കൊല്ലം ജില്ല, പത്തനംതിട്ട ജില്ല, കോട്ടയം ജില്ല, എറണാകുളം ജില്ല, ഇനി എന്നാൽ ഇതിന് പുറത്ത് കുറേ നിയോജക മണ്ഡലങ്ങളുണ്ട്. നിലമ്പൂർ, അതുപോലെ റാന്നി, തിരുവല്ല, തിരുവനന്തപുരം ജില്ലയിലെ പല സ്ഥലങ്ങൾ. ഇവിടെയെല്ലാം നമ്മൾ നിർണായകമാണ് മറ്റേതൊരു ജനതയെക്കാളും. അടുത്തത്, ഇനി പുതുതായി ഒരു കത്തോലിക്ക വിശ്വാസി ഉണ്ടാവാനില്ല, ഉണ്ടെങ്കിൽ വളരെ ചുരുക്കമാണ്. എല്ലാ സഭകളും ആ ക്ഷീണത്തിലാണ്. പക്ഷേ പെന്തക്കോസ്ത് അങ്ങനല്ല, അത് ഫാസ്റ്റ് ഗ്രോയിങ് കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ സത്യത്തിൽ ലോകമെങ്ങും കേരളം മാത്രമല്ല, ലോകമെങ്ങും അത് അതിവേഗം വളരുകയാണ്. വടക്കേന്ത്യയിലൊക്കെ വളരുകയാണ്. നമുക്ക് ഇത്രയും നമ്മെ ടോർച്ചർ ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സിസ്റ്റം വന്നിട്ടും ഗ്രോത്ത് വലുതാണ്. പണ്ടൊക്കെ നമ്മൾ ആ ഗ്രോത്ത് മൂടി വെച്ചിരുന്നു. ഇപ്പോൾ നമ്മളും പറയാൻ തുടങ്ങി ആ ഗ്രോത്ത്. അത് അവരിൽ ആവേശം ജനിപ്പിച്ചു സാധാരണക്കാർ. നിങ്ങൾക്ക് തടയിടാൻ പറ്റില്ല, ആ നിലയിലേക്കെത്തി. പക്ഷേ ഇതൊരു വലിയ വിഷയമാണ്. നമ്മൾ ഇത്തരം കാര്യങ്ങളോട് കാട്ടിയ മുഖം തിരിച്ചുള്ള നിപ്പ്, അതിൻ്റെ തിക്താനുഭവങ്ങൾ ഇപ്പോൾ കൊയ്തു തുടങ്ങാണ്. ആരുമില്ല നമുക്ക് വേണ്ടി വാദിക്കാൻ. ഇനി ഈ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചുള്ള ഇവർ വന്ന ജനറൽ കൺവെൻഷന് വന്ന ഒരു സാന്നിധ്യം അറിയിച്ചൊരു ബൈബിളിലെ പ്രസംഗം പറയുക. അവർക്ക് ഭഗവത്ഗീതയിലെ അറിയാം, ഖുറാനിലെ അറിയാം, കാരണം അവരുടെ ജോലി അതായത് അത് ഭംഗിയായിട്ട് പറയും. ഇത് നമ്മൾ ആളുകൾ ആവേശഭരിതരാകുക. അടുത്തത്, നമുക്ക് വേണ്ടത് എന്താ ഇത്രയും നാളും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, അതാണ് ഞങ്ങൾക്ക് പ്രസംഗിക്കണം, പ്രവർത്തിക്കണം. പക്ഷേ അതിന് പ്രത്യേകിച്ചൊരു സ്വാതന്ത്ര്യം വേണ്ട, അത് ഓൾറെഡി ഉണ്ട്. പക്ഷേ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിലൊരു പ്രശ്നം ഉണ്ടാകും. എന്ന് വെച്ചാൽ ഈ ഒരു നിയമം ഉണ്ടായാൽ പോരാ, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ഇപ്പോൾ എനിക്കെതിരെ വരുന്നൊരു വാദമാണ്, ഞാൻ വിദ്വേഷ പ്രസംഗം നടത്തുന്നു, അതുകൊണ്ട് സുവിശേഷ പ്രസംഗരെ ബാധിക്കും, സാങ്ഷൻ കിട്ടത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ വിദ്വേഷ പ്രസംഗം നടത്താൻ എനിക്ക് കിട്ടുന്നുണ്ട്, കാരണം അത് ചോദിച്ചാൽ ഞാൻ മേടിക്കുന്നത്. കാരണം ഞാൻ ചോദിച്ചു, എൻ്റെ കാരണം എന്താ, എനിക്ക് തരാത്ത എന്താ കാര്യം പറ. ഞാൻ ഭരണഘടനാ വിരുദ്ധമായി പറഞ്ഞാൽ എനിക്കെതിരെ കോടതി വിധി ഏതാ? എന്നിട്ട് ഞാൻ ഒരു പോസ്റ്റ് കിട്ടും, നിങ്ങൾക്ക് സാങ്ഷൻ കിട്ടുന്നില്ല, എന്നെ വിളിക്കുക, അത് ഞാൻ ചെയ്തു തരാം. കാരണം ഇത് സാങ്ഷൻ ആരുടെയും ഔദാര്യമല്ല, ഇത് റൈറ്റാണ് നിങ്ങളുടെ. അപ്പോൾ ഈ കാര്യങ്ങൾ കൃത്യം നമ്മൾ മനസ്സിലാക്കുന്നു, അവകാശങ്ങളെക്കുറിച്ച് പറയുന്നു. ഇതിനപ്പുറത്ത് നമുക്ക് പ്രാതിനിധ്യം വേണം. ഇനി അടുത്തത്, സർക്കാർ നമ്മളെ ഇങ്ങനെ കാണാൻ കാരണം, നിസ്സംഗത എന്ന് പറയുന്നത് 2 കാരണങ്ങളല്ല. ഒന്ന്, ഒരു കൂട്ടം ആളുകൾ ചോദിക്കുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ഞങ്ങളാണല്ലോ വരുന്നത്, നിങ്ങളെ കായികമായി ഞങ്ങൾ രക്ഷിച്ചിട്ടില്ലേ, മതി
മറ്റേ കൂട്ടർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പഞ്ചായത്തിൽ ഇത്ര തന്നു, അവിടെ ഇത്ര തന്നു, ഇങ്ങനെയാണ് പറയുന്നത്. നമുക്കതല്ല വേണ്ടേ. നമുക്ക് ഇപ്പം മർത്തോമ സഭ ഈ മധുരാങ്കൂറി ശക്തമാണ്, അവരെക്കാൾ ശക്തമാണ് പെന്തക്കോസ്ത് സഭ. അപ്പോൾ പക്ഷേ നമുക്ക് പ്രതിനിധികൾ ഒരാളും ഇല്ല. ഈ ഒരു പരിസ്ഥിതി എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഇത് ശ്രദ്ധിക്കുന്ന ഒരു നിലയിലേക്ക് നമ്മൾ ഫേമായൊരു സ്റ്റാൻഡ് എടുക്കേണ്ട സമയം കഴിഞ്ഞു പോയി. സത്യത്തിൽ അതിന് ഈ സഭകളുടെ ഒരു അനൈക്യവും കാരണമല്ലേ? അനൈക്യം ഒരു ഇത് പറയാം, ഈ എല്ലാ സമൂഹത്തിലും അനൈക്യമുണ്ട്. ഇത് നമ്മൾ പെരുപ്പിച്ച് കാണുകയാണ്. അതായത് ഒരു എക്സാമ്പിൾ, നമുക്കിപ്പം യേശുദാസിൽ നിന്ന് മഹാത്മാഗാന്ധിയെ പ്രതീക്ഷിച്ചാൽ കിട്ടുമോ? ഇല്ല, കിട്ടത്തില്ല. അദ്ദേഹം ഒരു മനുഷ്യനാണ്, കലാകാരനാണ്, സെൽഫി എടുത്തില്ല, കൂടെ ആരെയും നിർത്തിയില്ല. ഇത് അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. അതാണ് അതിലൊരു പ്രശ്നം. മനുഷ്യൻ്റെ എക്സ്പെക്റ്റേഷൻ വലിയൊരു വിഷയമാണ്. അപ്പോൾ ഇത് മുമ്പേ പറഞ്ഞ പോലെ തെറ്റുപറ്റുന്ന മനുഷ്യരുടെ കൂട്ടം തന്നെയാണ്. അവിടെ സൊസൈറ്റി ആക്ട് അനുസരിച്ചുള്ള പ്രോബ്ലംസ് ഉണ്ട്. ഇതിനെ നമ്മളെന്തോ പെരുപ്പിച്ച് കാണിക്കുക. ഒരു എക്സാമ്പിൾ, നമ്മുടെ ഒരു മുഖ്യധാര ചർച്ച് വലിയ പ്രതിസന്ധി കൂടെ പോവുക, പക്ഷേ കൺവെൻഷൻ നടക്കാൻ വരികയല്ല, പ്രോഗ്രാം എല്ലാം നടക്കും, ജനാവലിയോടെ കൂടും, തല്ലും വഴക്കൊന്നും ഉണ്ടാവില്ല. അവിടെ ചെറിയ മുറുമുറുപ്പ് അത് പണ്ട് മുതലേ ഉണ്ട്. ഇത് അനൈക്യമെന്ന് പറയാൻ പറ്റില്ല, ഇതൊരു പ്രവണതയാണ്. അപ്പോൾ ഈ പ്രവണത മാറിക്കിട്ടാൻ സ്ട്രോങ് ആയ കുറേ ലീഡേഴ്സ് ഇതിനകത്തു നിന്ന് എഴുന്നേറ്റാൽ ഇതങ്ങ് മാറിക്കോളും. എന്ത് വിശ്വസിച്ച് എൻ്റെ പിന്നിൽ ആൾ അണിനിരക്കുന്നത്? അതൊക്കത്തില്ല. ഞാൻ സ്ഥാപിച്ചെടുക്കണം, അല്ലെ ഞാൻ സമൂഹമധ്യേ ഞാനാണ് നിങ്ങളുടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ വാദിക്കുന്നതെന്നുള്ള ഒരു എൻ്റെ നിലപാട് കറക്റ്റെന്ന് കണ്ടാൽ എൻ്റെ പിന്നിൽ ആൾ നിൽക്കും. അല്ലെ നമുക്ക് നാളെ ഒന്ന് ഐക്യപ്പെടാമെന്ന് പറഞ്ഞാൽ ആരും വരികയില്ല. ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ കോട്ടയത്തൊരു ദൈവാസനെ ഉപദ്രവിച്ചു, അദ്ദേഹത്തിൻ്റെ ഇവാഞ്ചലിക്കലാണ്. ആ മനുഷ്യനെ ഉപദ്രവിച്ചപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരെയൊക്കെ വിളിച്ചു, ചില എന്നെയും വിളിച്ചിട്ട് പറഞ്ഞു, ഇനി ഇവാഞ്ചലിക്കലാകട്ടെ ആരും ആകട്ടെ, അങ്ങനെ മനുഷ്യനെ ട്രാക്ട് കൊടുത്തിൻ്റെ വലിയ ഉപദ്രവിച്ചെങ്കിൽ നമുക്കതിനൊരു പ്രതിഷേധം, അന്നേരം പ്രതിഷേധം മോശമാണ്, ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനൊന്നുമില്ല. അപ്പം നമ്മളിത്രയുള്ളൊരു റോമാ പൗരനെ വിചാരണ കൂടാതെ അടിക്കുന്നത് വിഹിതമോ? ഇതൊന്ന് ചോദിക്കാം, അതിനെന്തെങ്കിലും പേരിട്. അപ്പോഴേക്കും ഇഷ്ടം പോലെ പ്രതികരണം അകത്തുനിന്ന് വന്നു. അതിനെ പേടിക്കരുത്, നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ചെയ്യണം, പക്ഷെ അത് മാന്യമായിരിക്കണം. അത് നമ്മുടെ ക്രൈസ്തവ സാക്ഷ്യം നശിപ്പിച്ചാകരുത്. അപ്പം ഞങ്ങൾ അവിടെ പോയിട്ട് ഒരു 10,000 പേര് കൂടുന്ന ഗംഭീരമായൊരു പ്രോഗ്രാം പോലീസ് ഗ്രൗണ്ടിൽ നടത്തി കോട്ടയത്ത്. അത് ഇവരെ ഒന്നും മോശപ്പെടുത്തിയല്ല, ഈ പ്രവണത ശരിയല്ല എന്ന് ചൂണ്ടിക്കാണിച്ചു. അതിൻ്റെ ഗുണമുണ്ടായി. ഗുണം മീൻസ് ഈ നാളെ ഞങ്ങളതിന് തീരുമാനിച്ചു, നമ്മൾക്കെല്ലാം കൂടെ ഇറങ്ങി കൊടുക്കാം, ട്രാക്ടറേക്കും കൊടുക്കാം. അത് ഈ രാജ്യത്ത് അനുവദനീയമായ കാര്യമാണ്, നിയമവിരുദ്ധമായി ചെയ്യണ്ട, നിയമപരമായി ഒരാൾക്ക് വേണ്ടെങ്കിലും മേടിക്കണ്ട എന്ന് പറഞ്ഞ പോലെ ഒരു ഇഷ്യൂ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ ആ പ്രശ്നത്തെ ആധാരമാക്കിയാണ് ഈ ഐക്യത രൂപപ്പെടുന്നത്. നമ്മളെല്ലാവരുടെ വൈറ്റ് കൂടി ഒരു ഐക്യത ഉണ്ടാവില്ല. അതിനുള്ള റീസൺസിൻ്റെ മുമ്പിൽ നമുക്ക് ഒരുമിച്ച് കൊടുക്കും. ഇപ്പോൾ ഛത്തീസ്ഗഡ് വിഷയം ഇത് കൊണ്ടുവന്നിട്ട് ആക്ടിവിസ്റ്റുകൾ ലീഡേഴ്സുമായിട്ടൊക്കെ സംസാരിച്ച് ഈ ഒരു കാര്യം കൂടി, ഇപ്പോൾ ലീഡേഴ്സിനെല്ലാം നല്ല ബോധ്യം ഇതേപ്പറ്റി ആയിട്ടുണ്ട്. അതിൻ്റെ അവർക്ക് ബോധ്യമാകാൻ കാരണം FCRI കിട്ടാതെ വന്നപ്പോഴാണ്. അതൊക്കെ മറയിപ്പിച്ചപ്പോൾ അവർക്ക് പിടികിട്ടി ഇങ്ങനെ ഓടത്തില്ല. അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് കൂടണം. അത് വലിയ പ്രയാസമുള്ള കാര്യമില്ല ഈ ഐക്യതയ്ക്ക്. ഐക്യത കൊണ്ട് ആവശ്യപ്പെടുന്നത് ഒരു പൊതുകാര്യത്തിൻ്റെ മുമ്പിൽ നമുക്ക് ഒറ്റ ശബ്ദമുണ്ടാകുന്നില്ല, അതിലും വിമതർ വരാം. അതെല്ലാ സംഘടനയിലും ഉണ്ട്, അത് ഗൗരവത്തിലെടുക്കണ്ട. അപ്പോൾ നമ്മുടെ ആ ചോദ്യം നമ്മളത് കൺക്ലൂഡ് ചെയ്യുകയാണ്. അപ്പോൾ ആ ചോദ്യം ഒന്നുകൂടെ, അതായത് നമുക്കൊരു രാഷ്ട്രീയാഭിമുഖ്യം, അത് നമ്മുടെ ഐക്യതയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ അവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കുന്നതിന് അത് അങ്ങനെ ഒരാവശ്യം നമുക്ക് മുന്നിൽ വേണം എന്നുള്ളതാണോ ഫാസ്റ്റ് പറയുന്നത്? തീർച്ചയായിട്ടും വേണം. കാരണം സാഹചര്യങ്ങൾ, അത് ഇന്നത്തെ ആദ്യകാലത്ത് ഞാൻ മനസ്സിലാക്കാൻ കഴിയുന്നത് ആദ്യകാലത്തെ സാഹചര്യങ്ങളല്ല ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ നമ്മൾ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറയുന്ന പോലെ ചോദിച്ചു വാങ്ങേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും അവിടെ നമ്മുടെ ആത്മീയതയും ഇതുമായി കൂട്ടിക്കുഴക്കേണ്ടതില്ല എന്നുള്ളതാണ്. അതെ, ഇതിന് ഇങ്ങനെ പോകുന്നതല്ല ആത്മീയത. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഈ ലോകം വിട്ടു പോകേണ്ടി വരുമെന്നാണ്. കാരണം എന്താ, നമ്മൾ അത് കുറേ കൂടെ ഈ നമ്മുടെ ആ സാന്നിധ്യം കൊണ്ടാകണം അവിടെ മാറ്റം ഉണ്ടാകണ്ടേ. അവിടേക്ക് തല്ലിപ്പൊളിക്കുന്ന ഒരു നിയമസഭാ സാമാജികനായിട്ടോ അതല്ല വേണ്ടേ. അവിടെ വേണ്ടത്, അവിടെയാണ് ക്രൈസ്തവ സാക്ഷി ഉയർത്തിപ്പിടിക്കേണ്ടത്. അഴിമതി ചെയ്യാൻ പ്രവണത വരുമ്പോൾ, മറ്റു തിന്മകൾ ചെയ്യാൻ പ്രവണത വരുമ്പോൾ നമ്മൾ മാറി നിൽക്കുന്ന ഒരു സാക്ഷ്യം അവിടെ സ്ഥാപിക്കപ്പെട്ടുകൊണ്ടാണ് നമുക്ക് ചർച്ചിൻ്റെ കമ്മിറ്റിയിലിരിക്കുന്ന പോലെ ഉള്ളത് ജനപ്രതിനിധി സഭ അല്ലേ. അപ്പോൾ ആ ജനപ്രതിനിധി സഭ നമ്മുടെ സ്ഥാപനമാണ്. ആ സ്നേഹം, രാജ്യസ്നേഹം ഉണ്ടെങ്കിൽ അവിടെ പോകാൻ തയ്യാറാവും, അതിൽ കുഴപ്പമൊന്നുമില്ല. മാത്രമല്ല എനിക്ക് തോന്നുന്നു ഇന്ത്യക്കാരന് അഹിംസയിലൂടെ സമരം ചെയ്ത സാക്ഷ്യങ്ങൾ, മാതൃകകളൊക്കെ മുമ്പിൽ കിടക്കാണ്. അതെ. അപ്പോൾ സമാധാനപരമായി ഇത്തരം കാര്യങ്ങൾ, അവകാശങ്ങൾ ചോദിക്കേണ്ടത് അത്യാവശ്യമാണ്. മിഷണറിമാർ ഭാരതത്തിൻ്റെ സംസ്കൃതിയെ നശിപ്പിച്ചുവോ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മൾ ആദ്യം കേട്ടത്. രണ്ടാമത് നമ്മൾ കേട്ടു ഭാരതത്തിലെ പെന്തക്കോസ്ത് സമൂഹത്തിന്
ഒരു രാഷ്ട്രീയ ആഭിമുഖ്യം ആവശ്യമാണോ എന്നുള്ളതായിരുന്നു. 2 ചോദ്യത്തിനും കൃത്യമായൊരു മറുപടി പ്രിയ പ്രേക്ഷകർക്ക് ലഭിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കാരണം ഈ കാലഘട്ടത്തിൽ, അതായത് ആദിമ കാലഘട്ടത്തിൽ വലിയ ലക്ഷ്യത്തോടെ തുടങ്ങിയ സഭയുടെ പ്രവർത്തനങ്ങൾ പിൽക്കാലങ്ങളിലേക്ക് വന്നപ്പോൾ പല സാഹചര്യങ്ങളോട് കാലത്തിൻ്റെ മാറ്റത്തിനൊത്ത് സഭയും മാറി, പലപ്പോഴും അതിൻ്റെ ആത്മീയ കാഴ്ചപ്പാടുകളും മാറി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ആത്മീയതയോട് അവയെ കൂട്ടിക്കുഴയ്ക്കാതെ നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിൽക്കുകയും അവ കൃത്യമായി ചോദിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണെന്നാണ് നമ്മൾ കേൾക്കൊണ്ടൊക്കെ ഇടയായിത്തീർന്നത്. ബാക്കി നിങ്ങളുടെ ചിന്തയ്ക്ക് വേണ്ടി വിടുകയാണ്. നിശ്ചയമായിട്ടും ഈ അഭിമുഖം പ്രിയ പ്രേക്ഷക സമൂഹത്തിന് അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. ഇവിടം കൊണ്ട് ഈ അഭിമുഖം പൂർണ്ണമാകുന്നില്ല. വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം.